എന്തായാലും പിന്നെ എൻ്റെ ഒരു കണക്കിൽ അത്യാവശ്യം പ്രാർത്ഥനകൾ ചെയ്യുന്ന ഒരാളാണല്ലോ ഞാൻ എന്നൊക്കെ ഞാൻ തന്നെ സ്വയം ചോദിക്കാനും തുടങ്ങി. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇവിടുത്തെ നിർദ്ദേശപ്രകാരം തന്നെ ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി. അപ്പോൾ ആദ്യത്തെ ദിവസമൊന്നും രാവിലെ ഞാൻ എണീറ്റില്ല. സത്യം പറഞ്ഞാൽ പ്രായിക്കൊണ്ട് തന്നെയാണ് ഞാൻ എണീറ്റത്. എൻ്റെ പകുതി ഉറക്കം പോകുന്നു എന്നൊക്കെയുള്ള രീതിയിൽ. ഭാര്യ ഏതായാലും ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥന തുടർന്നു. ഏകദേശം ഒരു 10-20 ദിവസത്തോളം ഞാൻ എൻ്റെ ശ്രദ്ധ കോഴിക്കോട് കൊയിലാണ്ടി പോലെയുള്ള രീതിയിലേക്ക് പോയി പ്രാർത്ഥനയിലൊന്നും ശ്രദ്ധയില്ലായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ തോന്നി അങ്ങനല്ലല്ലോ. പതുക്കെ എൻ്റെ മൂഡ് മാറാൻ തുടങ്ങി. ഞാൻ പ്രാർത്ഥനയിലേക്ക് പൂർണ്ണമായും അല്ലെങ്കിലും ഭാഗികമായി എൻ്റെ കോൺസെൻട്രേഷൻ പ്രാർത്ഥനയിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അടുത്ത ഒരു 2 മാസത്തിനുള്ളിൽ സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ അതാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇത്ര അവിശ്വാസിയായി വളരെ സംശയാലുവായി ഞാൻ നിന്നിട്ടും എൻ്റെ ഭാര്യ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ അതിൽ 101% ഉൾക്കൊണ്ടായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. എന്നിട്ട് ഞങ്ങളുടെ 6 നിയോഗങ്ങളിൽ 2 കാര്യങ്ങൾ വളരെ ഭംഗിയായി നടന്നു. അതും വളരെ അവിശ്വസനീയമായ രീതിയിൽ. അതിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മൂത്ത സഹോദരിയായിരുന്നു. പുള്ളിക്കാരത്തിക്ക് ഒരു സുരക്ഷിതമായ ഒരു വാസസ്ഥലമില്ലാതെ 10-35 വർഷത്തോളം പുള്ളിക്കാരത്തി അലഞ്ഞു.